സ്വഭാവം, ചിലരുടെ സ്വഭാവം നമ്മിൽ വരുന്നു. അപ്പോൾ അതൊക്കെ നാം പറഞ്ഞ് ആ സ്വഭാവങ്ങൾ കറക്റ്റ് നമ്മളിൽ നിന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ പുതിയതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് യേശു അവനോട് പറഞ്ഞപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ നിക്കോദോമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇന്ന് പലർക്കും അതാണ് പ്രശ്നം. അപ്പോൾ പുതിയതായി ജനിക്കണം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും, ഇനിയിപ്പോൾ എങ്ങനെ പുതിയതായി ജനിക്കുന്നത്? ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ പലരും മരിക്കുന്നു. അപ്പോൾ ഞാനിനി എങ്ങനെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നുകൂടെ ചെന്ന് ഞാൻ ജനിക്കണമോ എന്ന് ചോദിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അത് അങ്ങനെ നമുക്ക് പല ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ ഹൃദയത്തിൽ. പക്ഷേ പുതിയതായിട്ട് ജനിക്കണമെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോകേണ്ടിയില്ല. നാം ദൈവവചനം അനുസരിച്ച് നമ്മുടെ